ഹായ് ഓൾ, ദിസ് ഇസ് അഭയ് ഫ്രം Prepwise. പ്ലസ് ടുവിന് ശേഷം ഇന്ത്യയിൽ ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ അഡ്മിഷൻ സെക്യൂർ ചെയ്യുന്നതിനായിട്ട് 2024 CUET, UG, IPMAT, JIPMAT അതുപോലെ NCET തുടങ്ങിയ എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി Prepwise സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ന്യൂ സെഷൻ. അപ്പോൾ CUET UG 2023 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന്റെ ഈ ഒരു സെഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ന്യൂമറിക്കൽ അബിലിറ്റിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ നോക്കാം. എ ഹോൾസെയിലർ സെൽസ് എ ജാക്കറ്റ് ടു എ റീറ്റെയിലർ അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 5% ആൻഡ് റീറ്റെയിലർ സെൽസ് ഇറ്റ് ടു എ കസ്റ്റമർ അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 10%. അങ്ങനെയാണെങ്കിൽ ഇഫ് ദ കസ്റ്റമർ pays 4,158 for the jacket, അങ്ങനെയാണെങ്കിൽ what was the cost price of the jacket for the wholesaler? അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു സക്സസീവ് പെർസെന്റേജ് ചേഞ്ച് ആണ് തീർച്ചയായിട്ടും എന്ത് ചെയ്യുന്നത് അവിടെ നടക്കുന്നുണ്ട്. അപ്പോ നിങ്ങൾക്കറിയാം ഹോൾസെയിലറിന് ആ ഒരു ജാക്കറ്റിന് കോസ്റ്റ് പ്രൈസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ സെല്ലിംഗ് പ്രൈസ് ഉണ്ടായിരിക്കും. അദ്ദേഹത്തിന്റെ കോസ്റ്റ് പ്രൈസ് ഞാൻ എക്സ് എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ എക്സ് എന്ന് എടുക്കുകയാണ്. അതിൽ നിന്ന് അദ്ദേഹത്തിന് ആദ്യം ഒരു 5% പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. ദാറ്റ് മീൻസ് 5% പ്രോഫിറ്റ് ആണ്. ദാറ്റ് മീൻസ് 100 പ്ലസ് 5 105 ഡിവൈഡ് ബൈ 100 ഇൻറ്റു ഇനി രണ്ടാമത്തെ കേസിൽ അദ്ദേഹം എന്ത് ചെയ്യാണ്, അത് റീറ്റെയിലറിന് വിൽക്കാണ്, റീറ്റെയിലർ അത് കസ്റ്റമറിന് വിൽക്കാണ്. ആ സമയത്ത് റീറ്റെയിലറിന് എത്ര പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്? ഓൾമോസ്റ്റ് 10% പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. ദാറ്റ് മീൻസ് 110 ഡിവൈഡ് ബൈ 100 ഈക്വൽ ടു ആ ഒരു ടോട്ടൽ എമൗണ്ട്, അതായത് കസ്റ്റമർ പേ ചെയ്ത എമൗണ്ട് ആണ് കൊടുത്തിട്ടുള്ളത് 4158. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടും. അതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്, അല്ലെ? 105നെയും അതുപോലെ തന്നെ 100നെയും കട്ട് ചെയ്യാം. ഇവിടെ എത്ര വരും? 21 വരും. ഇവിടെ 20 വരും. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ 2 സീറോസ് ഞാൻ കട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ബാക്കി എക്സ് ഇൻറ്റു 21 ഇൻറ്റു 11 ഡിവൈഡഡ് ബൈ 20 ഇൻറ്റു 10 ആണ് ഈക്വൽ ടു 4158. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 4158നെ ഞാൻ ജസ്റ്റ് 21 കൊണ്ട് എന്ത് ചെയ്യാണ്, ഡിവൈഡ് ചെയ്യാണ്. ഇവിടെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 1 ഇൻ 21 ആണ്. ബാക്കി 20യും ഇവിടെ ഒരു 5ഉം വന്നു. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നോക്കാം. 205ൽ എത്ര 21 ഉണ്ട്? ഓൾമോസ്റ്റ് 9 ആണ്. അങ്ങനെയാണെങ്കിൽ 9 ഇൻറ്റു 21 എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്കറിയാം 10 ഇൻറ്റു 21 എന്ന് പറയുമ്പോൾ ഏകദേശം 210 വന്നു. അതിൽ നിന്ന് ഒരു 21 കുറക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് എത്ര വന്നു? 189 ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബാക്കി അവിടുത്തെ റിമൈൻഡർ നോക്കാം. 200 വരെ ഓൾമോസ്റ്റ് 11 ഉണ്ട്. ബാക്കി ഒരു 5 കൂടി ഉണ്ട്. ദാറ്റ് മീൻസ് 16 ഉണ്ട് അല്ലെ? ഇനി ഒരു 8 കൂടി ബാക്കിയുണ്ട്. അങ്ങനെയാണെങ്കിൽ 168 ഡിവൈഡ് ബൈ 21 എന്ന് പറയുമ്പോൾ 8 ആണ്. അപ്പോ നമുക്ക് ആൻസർ കിട്ടി. ഇവിടെ കറക്റ്റ് ആയിട്ട് റിമൈൻഡറും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല, 0 ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ 198 ആണ് അവിടെ എന്ത് ചെയ്യുന്നത്, നമുക്ക് ആൻസർ വരുന്നത് 198. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നോക്കി 11x ഡിവൈഡഡ് ബൈ 200 is equal to 198. അങ്ങനെയാണെങ്കിൽ 198 ജസ്റ്റ് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ 1 വന്നു. 1 into 11 ആണ്. ബാക്കി ഇവിടെ 8 ഉണ്ട്. ഇവിടെ ഒരു 8 കൂടി ഉണ്ട്. അപ്പൊ 88 ഡിവൈഡ് ബൈ 11 എന്ന് പറയുമ്പോൾ 8 ആണ്. അപ്പൊ 11ഉം അതുപോലെ തന്നെ 198 കട്ട് ചെയ്യാൻ ഏകദേശം എത്ര വരുന്നത്? 18 ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ x is equal to 18 into 200 ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്താവും? ഇൻറ്റു 200 ആവും. ദാറ്റ് മീൻസ് 3600 3600 ആണ് എന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓൺ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 2000 amounts to 2226.05 in 2 years. What is the rate of interest per annum? അപ്പൊ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് നോക്കാം. P into 1 plus R അല്ലെങ്കിൽ 100 plus R divided by 100 ചെയ്താൽ മതി. അപ്പോൾ 100 plus R divided by 100 all raised to 2 years ആണ്. That means സ്ക്വയർ വരും is equal to 26.05. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ R ആണ് ചോദിച്ചിട്ടുള്ളത്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ജസ്റ്റ് നോക്കാം. 2000 into 100 plus R whole square divided by 100 into 100 അല്ലെ? 100 സ്ക്വയർ എന്ന് പറയുമ്പോൾ 100 into 100 2226.05. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ ഈ 2 സീറോസിനെ കട്ട് ചെയ്തു. ഈ 2 സീറോസിനെയും എനിക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു 100നെ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ആണ്. അപ്പൊ 20 into 100 plus R whole square is equal to 2226. ഈ ഒരു 100നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, പോയിന്റ് അങ്ങോട്ടേക്കും പോയിന്റ് എന്ത് ചെയ്യും, റൈറ്റിലോട്ട് ഷിഫ്റ്റ് ആവും അല്ലെ? അതായത് ഇവിടെ 2 സീറോസ് ഉണ്ട്. അപ്പൊ 2 പോയിന്റ് ഷിഫ്റ്റ് ആവും. ദാറ്റ് മീൻസ് ഇവിടെ ഓൾമോസ്റ്റ് ഇവിടെ പോയി നിൽക്കും. 0.0 ഉണ്ടാവുക, പോയിന്റ് ഇടേണ്ട ആവശ്യം ഉണ്ടായിരിക്കില്ല. ഓക്കെ, 0.5 വരും. അങ്ങനെയാണെങ്കിൽ 100 plus R whole square is equal to 22605. അങ്ങനെയാണെങ്കിൽ 100 plus R whole square is equal to 22605 divided by 20 വരും. ഓക്കെ, അപ്പൊ ഡിവൈഡ് ബൈ ഒരു 0 മാറ്റുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഇവിടെ ഡെസിമൽ വരും. നമുക്ക് ഇവിടെ തന്നെ ആ 0 വെട്ടി കളഞ്ഞാൽ മതിയായിരുന്നു അല്ലെ? നമ്മൾ ജസ്റ്റ് ഇവിടെ റൈറ്റിലോട്ട് കൊണ്ടുവന്നു എന്ന് മാത്രം. അങ്ങനെയാണെങ്കിൽ ബാക്കി ഇവിടെ ഈ ഒരു ടേമിന്റെ ജസ്റ്റ് ഹാഫ് എടുക്കാം. ഹാഫ് എടുക്കുന്ന സമയത്ത് 130
25 വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 100 പ്ലസ് ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 11130.25 ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് എടുക്കാം 100 പ്ലസ് r ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഈ ഒരു ടേം വരും 11130.25. അപ്പൊ ഈ ഒരു വാല്യൂ അല്ലെങ്കിൽ ഇതിന്റെ റൂട്ട് വരുന്നത് ഓൾമോസ്റ്റ് 105.5 ആണ്. അപ്പൊ നമുക്ക് 100 പ്ലസ് r 105.5 കിട്ടി. അങ്ങനെയാണെങ്കിൽ r ഇസ് ഈക്വൽ ടു 105.5 മൈനസ് 100, ദാറ്റ് മീൻസ് 5.5 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. Next question, the curved surface area of a right circular cylinder of height 14 cm is 88 cm square. അപ്പോ ഒരു റൈറ്റ് സർക്കുലർ സിലിണ്ടറിന്റെ ഹൈറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ curved സർഫസ് ഏരിയയും അവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ the diameter of the base of cylinder is, അതായത് ബേസിന്റെ ഡയമീറ്റർ എത്രയായിരിക്കും എന്നുള്ളതാണ് നിങ്ങളോട് അവിടെ ചോദിക്കുന്നത്. അപ്പോ ഒരു സിലിണ്ടറിന്റെ curved സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ് 2πr(h) എന്നുള്ളതാണ് അല്ലെ, അതായത് ഒരു സർക്കിളിന്റെ സർക്കംഫറൻസ് ഇൻറ്റു ഹൈറ്റ്. അപ്പോ നമുക്കറിയാം 2 ഇൻറ്റു പൈന്റെ വാല്യൂ 22/7 ഉപയോഗിക്കാൻ വേണ്ടി അവിടെ പറഞ്ഞിട്ടുണ്ട്, ഇൻറ്റു r ബേസ് റേഡിയസ് നമുക്ക് കാണാനുണ്ട്, ബേസ് റേഡിയസ് കണ്ടാൽ നമുക്ക് ഡയമീറ്റർ കാണാൻ വേണ്ടി പറ്റുള്ളൂ. h അവിടെ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി, ഈസ് ഈക്വൽ ടു അവിടെ നമ്മുടെ കർവ്ഡ് സർഫസ് ഏരിയന്റെ വാല്യൂം അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 22ഉം അതുപോലെ തന്നെ 88ഉം ഞാൻ കട്ട് ചെയ്യണം, ഓൾമോസ്റ്റ് എത്ര വന്നു 4 വന്നു. ഓക്കെ, ഇവിടെ ഈ ഒരു 7ഉം അതുപോലെ തന്നെ 14ഉം ഞാൻ കട്ട് ചെയ്യണം, എത്ര വന്നു 2 വന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2 ഇൻറ്റു 2 അതായത് 4 ആണ്. 4r is equal to 4, r is equal to 1 യൂണിറ്റ് വന്നു. r 1 യൂണിറ്റ് ആണെങ്കിൽ ഡയമീറ്റർ എന്താണ് 2 ഇൻറ്റു r ആണല്ലോ, ദാറ്റ് മീൻസ് 2 ഇൻറ്റു 1 is equal to ഡയമീറ്റർ is equal to 2 ഇൻറ്റു r ആണ്, ദാറ്റ് മീൻസ് 2 ഇൻറ്റു 1 is equal to 2 യൂണിറ്റ് ആവും വരുന്നുണ്ടാവുക. ഓക്കെ ആണല്ലോ, വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി സം ഓഫ് ഫോർത്ത് പ്രൊപ്പോർഷണൽ ഓഫ് 4, 5, 16 and the mean proportional of 4, 16 is. അതായത് രണ്ട് ടേംസ് ഉണ്ട്, അതായത് 4, 5, 16 ഇതിന്റെ ഫോർത്ത് പ്രൊപ്പോർഷണലും അതുപോലെ തന്നെ 4, 16 ഇതിന്റെ മീൻ പ്രൊപ്പോർഷണലും, അത് രണ്ടും കൂടി സം ആണ് മെയിൻ ആയിട്ട് ചോദിക്കുന്നത്. അപ്പൊ നോക്കാം, ABCD ഇത് നാലും പ്രൊപ്പോർഷണൽ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയുന്നതാണ് പ്രൊഡക്റ്റ് ഓഫ് എക്സ്ട്രീംസ്, അതായത് A into D is equal to പ്രൊഡക്റ്റ് ഓഫ് മീൻസ്, അതായത് B into C ആയിരിക്കും. അവിടെ നാലാമത്തെ പ്രൊപ്പോർഷണൽ ആണ് ചോദിച്ചിട്ടുള്ളത്, അതായത് D ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം A into D എന്താണ്, നമുക്ക് ഇവിടെ ഫോർത്ത് പ്രൊപ്പോർഷണൽ D എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ 4 into X, 4x is equal to 5 into 16, that means 80 ആണ്. അങ്ങനെയാണെങ്കിൽ x is equal to എത്ര വരുന്നത് 20 ആണ് വരുന്നത്. ഇപ്പൊ 20 പ്ലസ് ഇനി ഇവിടുത്തെ എന്ത് ചെയ്യണം, മീൻ പ്രൊപ്പോർഷണൽ കാണണം. ഇപ്പൊ 4 ഉണ്ടാവും, നടുവിലൊരു മീൻ പ്രൊപ്പോർഷണൽ ഞാൻ ഇവിടെ y എന്ന് കൊടുക്കുകയാണ്, ഇവിടെ 16 ഉണ്ടാവും. പിന്നെ നമുക്കറിയാം 3 ടേമുള്ള ഇങ്ങനെ ഓഡ് നമ്പർ ഓഫ് ടേംസ് വരുന്നിടത്താണ് മെയിൻ ആയിട്ട് മീൻ പ്രൊപ്പോർഷണൽ എന്ന കൺസെപ്റ്റ് വരുന്നത്. അപ്പൊ ഇവിടെ നമുക്കറിയാം y സ്ക്വയർ is equal to എന്തായിരിക്കും, പ്രൊഡക്റ്റ് ഓഫ് എക്സ്ട്രീംസ് ആയിരിക്കും, അതായത് 4 into 16 ആയിരിക്കും. അപ്പോ y സ്ക്വയർ is equal to 4 into 16 64 ആണ്, y is equal to 8 വരും. അപ്പൊ 20 plus 8 is equal to 28 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. എ ഡൈസ് ഈസ് ത്രോൺ ട്വൈസ്. അപ്പൊ എന്ത് ചെയ്യാണ്, ഒരു ഡൈസ് രണ്ടു വട്ടം എന്താണ് ജസ്റ്റ് എറിയാണ്, ത്രോ ചെയ്യാണ്. ഓക്കെ, find the probability of getting an odd number in the second throw and a multiple of 3 in first throw. അതായത് രണ്ടാമത്തെ വട്ടം നമ്മൾ എറിയുന്ന സമയത്ത് ഒരു ഓഡ് നമ്പർ കിട്ടാനും, അതുപോലെ തന്നെ ഫസ്റ്റ് വട്ടം നമ്മൾ എറിയുന്ന സമയത്ത് മൾട്ടിപ്പിൾ ഓഫ് 3 കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്ര എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. ഒരു ഓഡ് നമ്പർ കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്, നമുക്കറിയാം ടോട്ടല് 1 മുതൽ 6 വരെയാണ് ഉണ്ടാവുക. അതിൽ ഓഡ് നമ്പർ എന്ന് പറയുമ്പോൾ 1, അതുപോലെ തന്നെ 3, അതുപോലെ തന്നെ 5 ആണ്. ദാറ്റ് മീൻസ് 3/6 ആണല്ലേ ഉണ്ടാവുക. അതുപോലെ തന്നെ ഇവിടെ 3ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് ഏതൊക്കെയാണ്, 3ഉം അതുപോലെ തന്നെ 6 ആണ്. ദാറ്റ് മീൻസ് 2/6 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 3 into 2 ഈ ഒരു 6ഉം കട്ടായി പോയി, ബാക്കി 1/6 ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. എ സെക്ടർ ആസ് ഷോൺ ഇൻ ദ ഫിഗർ ഈസ് assembled to form a cone. അപ്പൊ ഒരു സെക്ടറിൽ നിന്ന് എന്ത് ചെയ്യാണ്, ഒരു കോൺ ഉണ്ടാക്കണം. സെക്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ സർക്കിളിന്റെ ഒരു പോർഷൻ ആണ് അല്ലെ. ഓക്കെ, വാട്ട് ഈസ് ദ ബേസ് റേഡിയസ് ഓഫ് ദി കോൺ സോ ഫോംഡ്. അപ്പൊ ഈ ഒരു ഏരിയ വെച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു സർക്കിളിന്റെ പീസ് വെച്ചിട്ട് എന്ത് ചെയ്യാണ്, ഇതിങ്ങനെ മടക്കിയിട്ട് നമുക്ക് ഒരു കോൺ ഫോം ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ. അങ്ങനെ ഫോം ചെയ്യുന്ന കോണിന്റെ ബേസ് റേഡിയസ് എത്രയായിരിക്കും എന്നുള്ളതാണ് നിങ്ങളോട് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ ഇതിന്റെ റേഡിയസ് ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്, എത്രയാണ് 9 സെന്റിമീറ്റർ ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആർക്ക് ലെങ്ത് കാണാൻ വേണ്ടി പറ്റും. ആർക്ക് ലെങ്ത് എങ്ങനെ കാണാം, ആർക്ക് ലെങ്ത് നമുക്കറിയാം ഒരു സർക്കിളിന്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത് 2πr ആണ്. പക്ഷെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണ്ട, ഫുൾ സർക്കിളിന്റെ കാണണ്ട, ഒരു സെക്ടറിന്റെ മാത്രം അല്ലെങ്കിൽ ആ ഒരു ആർക്കിന്റെ മാത്രം കണ്ടാൽ മതി. അപ്പൊ ഇവിടെ അത് നമ്മൾ കാണുന്ന സെൻട്രൽ ആംഗിൾ ഉപയോഗിച്ചിട്ടാണ്. സെൻട്രൽ ആംഗിൾ എത്രയാണ്
210 ആണ് ഡിവൈഡഡ് ബൈ 360. ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 360 ആണ്. ഓക്കെ, ഇവിടെ എത്ര വരുന്നത് നമുക്ക് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 2 into പൈ into റേഡിയസ് എത്രയാണ് ഇവിടെ 9 ആണ് കൊടുത്തിട്ടുള്ളത്. ആ റേഡിയസും ബേസ് റേഡിയസും ഒരിക്കലും ഈക്വൽ ആവില്ല, എല്ലായിരിക്കും ഈ ഒരു 9 എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നോക്കാം. 210 ഡിവൈഡഡ് ബൈ 360. ഈ രണ്ട് സീറോസ് ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് കട്ട് ചെയ്ത് ഒഴിവാക്കി. ഓക്കെ, 9 ഞാൻ കട്ട് ചെയ്തു, ഇവിടെ 36 കൊണ്ട് കട്ട് ചെയ്യുന്ന സമയത്ത് 4 വന്നു അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു 2 നെ കട്ട് ചെയ്തു, ഈ ഒരു 2 വന്നു. ബാക്കി വരുന്നത് 21 ഡിവൈഡഡ് ബൈ 2, ഒരു പയ്യും കൂടി ബാക്കിയുണ്ട് അല്ലെ, അതാണ് ബാക്കിയുള്ളത്. ഓക്കെ ആണല്ലോ. ഇനി ജസ്റ്റ് കൺസിഡർ ചെയ്യാം, ഈ ഒരു ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് കോൺ ഫോം ചെയ്യുന്ന സമയത്ത് കോണിന്റെ ബേസിലെ ആ ഒരു സർക്കിളിന്റെ സർക്കംഫറൻസ് ആയിരിക്കൂലെ. കൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം. നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു സംഭവം വെച്ചിട്ട് അല്ലെങ്കിൽ ഇപ്പൊ ഈ ഉള്ള ഒരു ലെങ്ത് വെച്ചിട്ട്, ഈ ഒരു ഫിഗർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, കോൺ ഫോം ചെയ്യുക. അപ്പോ ഈ ഒരു ആർക്കിന്റെ ലെങ്ത് ആണ് നമ്മൾ ഇപ്പൊ കണ്ടത്. അപ്പൊ അത് ചുരുട്ടിയിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അടിയിൽ ഒരു സർക്കിൾ ഉണ്ടാകും. കോണിന്റെ താഴ്ഭാഗം എന്താണ്, ഒരു സർക്കിൾ ആണല്ലോ. ആ സർക്കിളിന്റെ സർക്കംഫറൻസ്, അതായത് അവിടുത്തെ പെരിമീറ്റർ ആണല്ലോ ഈ 21/2 പൈ എന്ന് പറയുന്നത്. ആ 21/2 പൈ ഈസ് ഈക്വൽ ടു നമുക്ക് 2πr എന്ന് പറയാൻ പറ്റും. എന്തിന്റെ, കോണിന്റെ. അങ്ങനെയാണെങ്കിൽ പൈയും ഞാൻ ക്യാൻസൽ ചെയ്തു. ഓക്കെ, നമുക്ക് കാണേണ്ടത് ഈ ഒരു ആർ ആണ്. ഈ ആർ എന്ന് പറയുന്നത് എന്താണ്, കോണിന്റെ ബേസ് റേഡിയസ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നേരത്തെ ആറും ഈ ആറും വ്യത്യാസം ഉണ്ട് കേട്ടോ. നേരത്തെ ആറ് നമ്മൾ ആ ഒരു തന്നിരിക്കുന്ന ആ ഷീറ്റിന്റെ റേഡിയസ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ രണ്ടും മനസ്സിലാക്കാം. ഓക്കെ, പയ്യും ക്യാൻസൽ ചെയ്തു. ഈ ഒരു 2 എന്ത് ചെയ്യും, ഇങ്ങോട്ട് താഴേക്ക് വരും. ദാറ്റ് മീൻസ് 21/4 ഈസ് ഈക്വൽ ടു r. 20/4 എന്ന് പറയുമ്പോൾ എത്രയാണ്, 5 ആണ്. ഓക്കെ, 1/4 എന്ന് പറയുമ്പോൾ എത്രയാണ്, 0.25 ആണ്. അപ്പൊ 5.25 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 10th term of the AP 15913 is. അപ്പൊ ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ 10th term ആണ് ചോദിച്ചിട്ടുള്ളത്. 10th term കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ A+9D അല്ലെ, A+9D ആണ് നമ്മൾ 10th term കാണാൻ വേണ്ടി. A+n-1 into D ആണ്. ഇപ്പൊ A എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ്. ഫസ്റ്റ് ടേം ഇവിടെ 1 ആണ് വരുന്നത്. ഓക്കെ, 9 into കോമൺ ഡിഫറൻസ് എത്രയാണ്, ഇവിടെ 4 ആണ് അല്ലെ. 5 - 1 4 ആണ് വരുന്നത്. ഈസ് ഈക്വൽ ടു 1 + 36 ഈസ് ഈക്വൽ ടു 37 ആയിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് √6 അങ്ങനെ ഇൻഫിനിറ്റി വരെ പോവാണ്. ഓക്കെ, അപ്പോ ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ പറയുന്നതാണ് എന്ത്, നെസ്റ്റഡ് റാഡിക്കൽ. അപ്പോ ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യാണ് x ഈസ് ഈക്വൽ ടു √6 അങ്ങനെ ഇൻഫിനിറ്റി വരെ പോവാണ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇൻഫിനിറ്റി വരെ പോകുന്നുണ്ട് കേട്ടോ. എക്സ് സ്ക്വയർ ഞാൻ ജസ്റ്റ് സ്ക്വയർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ഒരു സ്ക്വയർ ആണെങ്കിൽ ഫസ്റ്റ് ഈ ഒരു സ്ക്വയർ മാത്രമേ അവിടെ പോവുള്ളൂ. 6 + ബാക്കി അങ്ങനെ തന്നെ വന്നു. 6 + √6 ആ രീതിയിൽ അങ്ങനെ വന്നു ഇൻഫിനിറ്റി വരെ. ഓക്കെ, അപ്പൊ ഈ ഒരു ടേം എന്ന് പറയുന്നത് √6 + അങ്ങനെ ഇൻഫിനിറ്റി വരെ പോകുന്നത് എക്സ് തന്നെയല്ലേ. അപ്പൊ ഞാൻ എങ്ങനെ എഴുതി, x² ഈസ് ഈക്വൽ ടു 6 + x എന്ന് എഴുതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് അവിടെ നിന്ന് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റും. x² - x -6 ഈസ് ഈക്വൽ ടു 0. x ഈസ് ഈക്വൽ ടു -b. ദാറ്റ് മീൻസ് മൈനസ് ഓഫ് -1 ദാറ്റ് മീൻസ് 1 തന്നെയാണ്. പ്ലസ് ഓർ മൈനസ് √b². ഓക്കെ, 1ന്റെ സ്ക്വയർ 1 തന്നെ, -4 into 1 into -6 ഡിവൈഡഡ് ബൈ 2 into 1 2 തന്നെ. ഓക്കെ, നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, 1 + or - √. നോക്കാം, 4 into 6 എത്രയാണ്, 4 into 6 എന്ന് പറയുമ്പോൾ 24 ആണ്. 24 ഇവിടെ 2 മൈനസ് വരുന്നുണ്ട്. ദാറ്റ് മീൻസ് 2 മൈനസ് കൂടി ക്യാൻസൽ ആയി പ്ലസ് ചെയ്ത് പോകും. അപ്പൊ 24 + 1 25 ആണ് ഡിവൈഡഡ് ബൈ 2. ദാറ്റ് മീൻസ് 1 + √25 എന്ന് പറയുന്നത് എത്രയാണ്, 5 ഡിവൈഡ് ബൈ 2. ഓക്കെ, ദാറ്റ് മീൻസ് 6 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു 3 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവും. നെക്സ്റ്റ് റാഡിക്കൽ ഓൾമോസ്റ്റ് ഈ ഒരു ടൈപ്പിലാണ് നമ്മൾ എന്ത് ചെയ്യുക, സോൾവ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫ്രം ദ ഫിഗർ ഫൈൻഡ് എക്സ്. ഈ ഒരു ഫിഗറിൽ നിന്ന് എക്സിന്റെ വാല്യൂ എത്രയാണെന്നുള്ളതാണ്, ഈ ഒരു ആംഗിളിന്റെ വാല്യൂ ആണ് ചോദിക്കുന്നത്. നമുക്കറിയാം ഈ ഒരു ആംഗിൾ 90 ഡിഗ്രി ആണ്, ഈ ഒരു ആംഗിൾ 45 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആംഗിൾ എത്ര തന്നെ ആയിരിക്കും, 45 ഡിഗ്രി തന്നെ ആയിരിക്കും അല്ലെ. 180 നിന്ന് ജസ്റ്റ് 135 കുറച്ചാൽ മതി. ഓക്കെ, ഈ ഒരു ആംഗിൾ 45 ആണെങ്കിൽ ഈ ഒരു ആംഗിൾ എത്ര തന്നെ ആയിരിക്കും, 45 ആയിരിക്കും. അപ്പൊ ഈ ഒരു ട്രയാംഗിൾ കൺസിഡർ ചെയ്യുക. ഈ ഒരു ട്രയാംഗിൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇവിടെ 45 വന്നു, ഇവിടെ 65 വന്നു. രണ്ടും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് 110 വരും. അതെന്താ ചെയ്യുക, 180 നിന്ന് മൈനസ് ചെയ്യുക. ദാറ്റ് മീൻസ് 70 ഡിഗ്രി ആയിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A certain weight is divided into 2 parts such that 5 times the first part is added to 11 times the second part makes 7 times the whole weight. ഒരു certain weight ഉണ്ട്, അതെന്ത് ചെയ്യാണ്, ജസ്റ്റ് 2 പാർട്ടാക്കിയിട്ട് മാറ്റാണ്. ഓക്കെ, 2 പാർട്ടാക്കിയിട്ട് മാറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഫസ്റ്റത്തെ പാർട്ടിനെ x എന്ന് വിളിക്കാണ്, രണ്ടാമത്തെ പാർട്ടിനെ y എന്ന് വിളിക്കാണ്. അപ്പൊ നോക്കാം, ഈസ് ഡിവൈഡഡ് ഇൻടു 2 പാർട്സ്.
ഒരു പാർട്ട് എക്സും അതുപോലെ തന്നെ രണ്ടാമത്തെ പാർട്ട് വൈയും ആണ്. സച്ച് ദാറ്റ് 5 times the first part, that means 5x added to 11 times the second part, added to 11 times the second part is equal to അല്ലെങ്കിൽ makes 7 times the whole weight, that means 7 into x plus y. അങ്ങനെയാണെങ്കിൽ റേഷ്യോ ഓഫ് ഫസ്റ്റ് പാർട്ട് ടു സെക്കൻഡ് പാർട്ട്, അതായത് x is to y റേഷ്യോ ആണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് അവിടെ നിന്ന് കണ്ടെത്താൻ വേണ്ടി പറ്റും. പക്ഷെ നോക്കാം 5x plus 11y is equal to 7x plus 7y ആണ്. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഈ 7y ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവാ, that means 4y is equal to 2x. അങ്ങനെയാണെങ്കിൽ x divided by y is equal to 2:1 ആയിരിക്കും. x divided by y is equal to 2:1 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വിചാരിച്ചിരുന്നത്. ബാക്കി സെഷനുമായിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും ബൈ.